ജർമ്മനിയിൽ ഇപ്പോൾ ഉള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒരു ഓഫർ ഞാൻ തരാം. ലാസ്റ്റ് വരെ കണ്ടുപോയി. എന്റെ ഒക്കെ ഉണ്ടല്ലോ സാലറി വരണമെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞുള്ളൂ. ഇത് എങ്ങനെ പോണെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. നിങ്ങളുടെയും ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കുറെ നാളൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ആവശ്യത്തിലപ്പുറം ടാക്സ് കൊടുത്തിട്ടും ഒരു സേവിങ്സ് ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പെൻഷൻ പ്ലാൻ ഒക്കെ നോക്കിയിരിക്കുകയാണെങ്കിലോ അവിടെ നോക്കിയിരിക്കലുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ഒരു സ്കീമൊക്കെ അനുസരിച്ച് 1300 to 1500 ഏകദേശം പെൻഷനൊക്കെ കിട്ടുന്നത്. അതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ജർമ്മൻകാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പ്രൈവറ്റ് പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ. ഇതൊക്കെ എത്രയും നേരത്തെ തുടങ്ങണോ അത്രയും നല്ലത്. എന്തിനും ഏതിനും ടാക്സ് ഉള്ള ഈ ജർമ്മനിയിൽ €1 പോലും ടാക്സ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഗോൾഡിലും സിൽവറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് €1 പോലും മുടക്കാണ്ട് കുട്ടികൾക്കുള്ള ഫ്യൂച്ചറിലേക്കുള്ള സേവിങ്സ് പ്ലാൻ. എപ്പോഴും ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉള്ളത് നല്ലതാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, പേര് ഫിലിപ്പ് എന്നാണ്, മലയാളി പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. എൻ്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസറും കൂടിയാണ്. നിങ്ങളുടെ മന്ത്ലി ഇൻകം, ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ വെച്ചിട്ട് ആള് പറഞ്ഞു തരും എവിടെ ചെലവാക്കണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അതുമാത്രമല്ല ടാക്സ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ആൾ ക്ലിയർ ചെയ്ത് തരും. അതും 1-to-1 കൺസൾട്ടേഷൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലോങ് ടൈമിലേക്ക് ഫ്രീ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ആൾ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഓഫർ, ഡോയിച്ചെ ബാങ്കിൽ ഫ്രീ ആയിട്ട് ആൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി തരും. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.